പണിമുടക്കിനെ തുടർന്ന് അവയവ കൈമാറ്റം വൈകി. KSRTC കൊറിയർ സർവീസിൽ അയച്ച അവയവമാണ് പ്രതിഷേധക്കാർ കൊറിയർ സർവീസ് അടപ്പിച്ചതോടെ വൈകിയത്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും കണ്ണിന്റെ കോർണിയാണ് കൊറിയർ വഴി അയച്ചത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ അവയവം ലഭിച്ചത് വീട്ടിൽ പോയ കൊറിയർ ജീവനക്കാരെ വിളിച്ചു വരുത്തിയ ശേഷം. വിവരങ്ങളുമായി പ്രശാന്ത് ചേർന്നു. പ്രശാന്ത്, ഏറെ അത്ഭുതപ്പെടുത്തുന്ന ആശങ്കപ്പെടുന്ന ഒരു വാർത്തയാണ് പണിമുടക്കിനെ തുടർന്ന് അവയവ കൈമാറ്റം മാറിയെന്നുള്ളത്. അതിൽ KSRTC കൊറിയർ സർവീസിൽ അയച്ച അവയവം പ്രതിഷേധക്കാർ കൊറിയർ സർവീസ് അടപ്പിച്ചതോടെ വൈകുകയായിരുന്നു. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? അമലെ, ആശങ്കപ്പെടുത്തുന്ന നിമിഷങ്ങളായിരുന്നു രാവിലെ കടന്നുപോയിക്കൊണ്ടിരുന്നത്. അതായത് ജനറൽ ആശുപത്രിയിലേക്കുള്ള കൊറിയറാണ് KSRTCയുടെ തന്നെ കൊറിയർ സർവീസിനകത്ത് വന്നത്. അതായത് ജനറൽ ആശുപത്രിക്കുള്ള അവയവം, കണ്ണിൻ്റെ കോർണിയ എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് KSRTC വഴി അയക്കുകയായിരുന്നു, കൊറിയർ സർവീസ് വഴി അയക്കുകയായിരുന്നു. എന്നാൽ ഏറ്റുവാങ്ങാനായി ഇവിടെ KSRTCയുടെ കൊറിയർ ഓഫീസിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട അവയവ കൈമാറ്റം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ജനറൽ ആശുപത്രിയിലെ അധികൃതർ എത്തിയപ്പോൾ അവിടെ ആളില്ലാത്തൊരവസ്ഥയുണ്ടായി. തുടർന്ന് മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിൽ കാരണമെന്ന് പറയുന്നത് ഈ പണിമുടക്കിനെ തുടർന്ന് KSRTCയുടെ കൊറിയർ സർവീസുകൾ ഈ പണിമുടക്ക് അനുകൂലികൾ അടപ്പിച്ചതോടുകൂടിയാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. ഏറെ ആശങ്കയുടെ മണിക്കൂറുകൾ കടന്നു പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും തുടർന്ന് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ അധികൃതർ അറിയിക്കുന്നു. അതിനുശേഷം ഈ കൊറിയർ സർവീസുകാരെ വിളിച്ചു വരുത്തുകയും ചെയ്തു. അവർ വീട്ടിൽ പോയിരുന്നു, ഈ സർവീസ് സ്റ്റേഷൻ അടച്ചിട്ട് വീട്ടിൽ പോയിരുന്നു. അതുകൊണ്ട് തന്നെ ആശങ്കയുടെ മണിക്കൂറുകൾ കടന്നുപോയി. ഈ വരുന്ന ശനിയാഴ്ചയാണ് കണ്ണുമാറ്റൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്, കോർണിയ മാറ്റിവെക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് എറണാകുളത്തു നിന്നും KSRTCയുടെ കൊറിയർ സർവീസ് വഴി അയക്കുന്നത്. നോർമലി ഇത്തരത്തിൽ കൊറിയർ സർവീസുകൾ വഴി ചെറിയ അവയവങ്ങൾ അയക്കാറുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ അതുമായി ബന്ധപ്പെട്ട കേസോട്ടോടെ അടക്കമുള്ളവരുടെ വിദഗ്ധരുമായിട്ട് ചോദിക്കുകയും ചെയ്തിരുന്നു. അപ്പോഴും ഇത് തന്നെയാണ് പറയുന്നത്, അയക്കാറുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ കൊറിയർ സർവീസ് വഴി കണ്ണിൻ്റെ കോർണിയ അയക്കുന്നത്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് കോർണിയ ഏറ്റുവാങ്ങുന്നതിന് അധികൃതർ എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ആശങ്കയുടെ ഒരു നിമിഷമുണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. ഏറെ നേരം കാത്തു നിൽക്കേണ്ട സ്ഥിതി ഉണ്ടാകുന്നു. തുടർന്ന് അതുമായി ബന്ധപ്പെട്ട് കൊറിയർ സർവീസിലെ നടത്തിപ്പുകാരുമായി ചോദിച്ചപ്പോഴാണ് ഇത്തരത്തിൽ സമരാനുകൂലികൾ പ്രശ്നമുണ്ടാക്കുകയും താൻ തിരിച്ച് വീട്ടിലേക്ക് പോവുകയും ചെയ്തു എന്ന് അറിയുന്നത്. അതിനുശേഷമാണ് പിന്നീട് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലൊക്കെ ഈ അധികൃതർ പരാതി നൽകുകയും തുടർന്ന് പോലീസ് അടക്കം എത്തുകയും അതിൻ്റെ ഒരു സുരക്ഷയോടുകൂടി തന്നെയാണ് പിന്നീട് ഏറ്റുവാങ്ങുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത്. നമുക്കറിയാം, ഇത്തരത്തിൽ പണിമുടക്കുകൾ കൊണ്ടുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളാണിപ്പോൾ ഇത് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു മനുഷ്യൻ്റെ കാഴ്ച തിരിച്ചു കിട്ടുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു കാഴ്ച തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടാണ് ഈ കോർണിയൊക്കെ അയക്കുന്നത്. അടിയന്തര ശസ്ത്രക്രിയാ മാർഗ്ഗങ്ങൾ അല്ലെങ്കിൽ അടിയന്തര രീതികളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ കൊറിയർ സർവീസ് വഴിയൊക്കെ വേഗം എത്തിക്കാനുള്ള നീക്കങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോഴാണ് ഇത്തരത്തിലുള്ള പണിമുടക്കുകൾ വിലനായി വരികയും ഇത്തരത്തിൽ കേരളത്തിൽ മാത്രം കാണുന്ന ദേശീയ പണിമുടക്ക് എന്ന രീതിയിലൊക്കെ കേരളത്തിൽ മാത്രം കാണുന്ന പ്രതിഭാസങ്ങൾ വില്ലനായി വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത്. എന്തായാലും ആശങ്കയുടെ മണിക്കൂറുകളായിരുന്നു കഴിഞ്ഞ രാവിലെ ഒരു പ്രഭാതം കടന്നുപോയത്. ജനറൽ ആശുപത്രി അധികൃതർക്കും അതുമായി ബന്ധപ്പെട്ട് കോർണിയ മാറ്റിവെക്കാനെത്തിയ ആളുകൾക്കെല്ലാം വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടാകുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അതിനുശേഷമാണ് ഇത്തരത്തിൽ പിന്നീട് കൊറിയർ ഓഫീസിലെ ആളുകൾ എത്തുകയും അത് തുറന്നു കൊടുത്തുകൊണ്ട് ഈ അവയവം കൊടുക്കുന്ന നിലയിലേക്കൊക്കെ എത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വലിയ രീതിയിൽ പ്രതിഷേധത്തിനിടയാക്കുകയും ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്ത് ജനറൽ ആശുപത്രിയിലെ ഒരു രോഗിക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ കണ്ണിൻ്റെ കോർണിയ അയച്ചത്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും സ്വകാര്യ ആശുപത്രിയിൽ നിന്നും KSRTCയുടെ കൊറിയർ സർവീസ് വഴിയാണ് ഇത്തരത്തിൽ കോർണിയ അയച്ചത്. പണിമുടക്കിനെ തുടർന്ന് അവയവ കൈമാറ്റം വൈകിയിരിക്കുകയാണ്. KSRTC കൊറിയർ സർവീസിൽ അയച്ച അവയവമാണ് പ്രതിഷേധക്കാർ കൊറിയർ സർവീസ് അടപ്പിച്ചതോടെ വൈകിയത്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും കണ്ണിന്റെ കോർണിയാണ് കൊറിയർ വഴി അയച്ചത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ അവയവം ലഭിച്ചത് വീട്ടിൽ പോയ കൊറിയർ ജീവനക്കാരെ വിളിച്ചു വരുത്തിയ ശേഷമാണ്. വിവരം നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്.